നമസ്കാരം. ജ്ഞാനാമൃതം എന്ന ഈ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് വേണ്ടി ഒരു ആത്മീയ പ്രഭാഷണം നടത്തുന്നതിനായി നമ്മോടൊപ്പം ഉള്ളത് ശ്രീമതി തങ്കലക്ഷ്മി എസ് മാഡമാണ്. മാഡം ഗുരുദേവ കൃതികളിലും പുരാണ ഇതിഹാസങ്ങളിലും വളരെയധികം പഠനം നടത്തി ക്ലാസ്സുകൾ നടത്തുകയും അതുപോലെ തന്നെ പ്രഭാഷണം നടത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. ഇങ്ങനെ ഈ ചെറിയ ഒരു ഗ്രൂപ്പിൽ നമ്മൾ ആവശ്യപ്പെട്ടതനുസരിച്ച് നമ്മൾക്ക് അറിവ് പകർന്നു തരുവാൻ എത്തിയിരിക്കുന്ന മാഡത്തിനെ ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരുപരമ്പര എന്ന് തുടങ്ങുന്ന ഒരെണ്ണം. നമ്മൾ വേറെ ഒരു ഗുരുപരമ്പരയെ പറ്റി നമ്മൾ ചൊല്ലുന്നത് നാരായണം പത്മഭവം വസിഷ്ഠം ശക്തിം ച തത്പുത്ര പരാശരം ച വ്യാസം ശുകം ഗൗഡപാദം മഹാന്തം ഗോവിന്ദ യോഗീന്ദ്രമദാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമദാസ്യ പത്മാ പാദം ജഹസ്താമലകം ച ശിഷ്യം തന്ത്രോടകം വാർത്തികാരമന്യാൻ അസ്മദ്ഗുരുൻ സന്തതമാനതോസ്മി. നമ്മൾക്കറിയാം, നമ്മൾക്ക് രണ്ടു വിധത്തിലുള്ള ഗുരുപരമ്പരകളെ പറ്റി നമ്മൾ പഠിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ രണ്ടേ ഉള്ളൂ എന്നുള്ളതല്ല. അപ്പൊ ഇതിലെല്ലാം നമ്മൾ കേൾക്കുന്നത് ഒന്നെങ്കിൽ ശ്രീപരമേശ്വരൻ അല്ലെങ്കിൽ നാരായണമൂർത്തി സാക്ഷാൽ. അപ്പൊ ഇവിടെ ഈ ഗുരുക്കന്മാരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം നോക്കുമ്പോൾ ശ്രീശങ്കരാചാര്യ സ്വാമികളുടെ സമയത്തിന് കഴിഞ്ഞ് ശ്രീശങ്കരാചാര്യരുടെ ശിഷ്യന്മാരായിട്ടുള്ള 3-4 പേര് കഴിയുമ്പോൾ പിന്നെ പറയുന്നില്ല. അപ്പൊ നമ്മളൊക്കെ ധരിച്ചു, അവിടം വരെ മാത്രമേ ഇവിടെ ഗുരുക്കന്മാർ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെയല്ല. ഗുരുക്കന്മാർ എല്ലാ കാലത്തും എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുക തന്നെയാണ്. ഓരോരോ കാലത്ത് ഓരോരോ ഗുരുക്കന്മാർ. അത് പ്രകൃതിയുടെ ഒരു നിശ്ചയമാണ്, പ്രകൃതീശ്വരിയുടെ ഒരു നിശ്ചയമാണ്, അത് ജഗദീശ്വരിയുടെ നിശ്ചയമാണ്. ഓരോ ഗുരുക്കന്മാർ വന്നുകൊണ്ടേയിരിക്കുന്നു. രാമാനുജാചാര്യർ, മാധ്വാചാര്യർ, രമണ മഹർഷി, ശ്രീരാമകൃഷ്ണ പരമഹംസൻ, വിദ്യാരണ്യ സ്വാമികൾ, തപോവനാനന്ദ സ്വാമികൾ, ചിന്മയാനന്ദ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, നാരായണ ഗുരുസ്വാമികൾ, ഇങ്ങനെ എത്രയോ ഗുരുക്കന്മാർ. ഈ ഗുരുക്കന്മാരെല്ലാവരും ഒരേ പട്ടികയിൽ തന്നെയാണ് വരുന്നത്. അല്ലാതെ ഇവരാരും തന്നെ എന്തെങ്കിലും കാര്യം മാറ്റി പറയുകയോ മാറ്റി എഴുതുകയോ ചെയ്തിട്ടില്ല. പക്ഷെ ഇവർ പറഞ്ഞ രീതിയിൽ ചിലപ്പോൾ മാറ്റം കാണും. കാര്യം എന്താണ്? ഓരോരോ കാലത്ത് ഓരോരോ ആചാര്യന്മാർ അവരുടെ മുൻപിൽ വന്ന് അവർക്ക് എങ്ങനെ പറഞ്ഞു കൊടുത്താലാണ് മനസ്സിലാകുന്നത്, ആ രീതിയിൽ പറഞ്ഞു കൊടുത്തപ്പോൾ ചില വ്യത്യാസങ്ങൾ കാണും. പക്ഷെ അതിന്റെ മൂല്യങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. അവരുടെ പറഞ്ഞു കൊടുത്ത രീതിക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയുമേ ഉള്ളൂ. നമ്മൾ ഗുരുക്കന്മാരെ ദയവ് ചെയ്ത് വിഭജിക്കരുത്. എല്ലാ ഗുരുക്കന്മാരും ഈ ഗുരുപരമ്പരയിൽ തന്നെയാണ് വരുന്നത്. എല്ലാവർക്കും ഒരേ സ്ഥാനം തന്നെയാണ് ഉള്ളത് താനും. അതുകൊണ്ട് ഗുരുക്കന്മാരെ നമ്മൾ അവരുടെ ആകാരവടിവോ സമ്പദ് സമൃദ്ധിയോ ജാതി മതഭേദങ്ങളോ അവരുടെ പറഞ്ഞ രീതിയോ, സംസ്കൃതത്തിലാണോ പറഞ്ഞത്, മലയാളത്തിലാണോ പറഞ്ഞത്, വേറെ ഏതെങ്കിലും ഭാഷയിലാണോ, ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ ഇരിക്കുക. അപ്പൊ നമ്മളുടെ ഈ ഭാരതത്തിൽ തന്നെ എത്രയോ ആചാര്യന്മാർ, ആസ്തിക ആചാര്യന്മാരും നാസ്തിക ആചാര്യന്മാരും ഉണ്ടായിട്ടുണ്ട്. ആസ്തികരെന്ന് പറയുമ്പോൾ വേദങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കർമ്മവും ജ്ഞാനവും നമ്മൾക്ക് കർമ്മത്തിലൂടെ കാര്യങ്ങൾ ചെയ്ത് കാണിച്ചു തന്ന്. ഇനി നാസ്തികരും ഉണ്ടായിട്ടുണ്ട് ഇവിടെ. ഭാരതം അതാണ്. ഭാരതത്തിന്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് തന്നെ അതാണ്. ഇവിടെ നാസ്തിക ദർശനം ഉണ്ടായിട്ടുണ്ട്. ചാർവാകനാണ് അതിന്റെ ആള്. അത് ഏകദേശം 6-ാം നൂറ്റാണ്ടിലോ മറ്റോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചാർവാകനെ നാസ്തികനാണ്, ശുദ്ധ നാസ്തികൻ. ഇവിടെ ഒരു ഈശ്വരൻ ഇല്ല എന്നും ഇവിടെയുള്ള ജീവിതം ഏറ്റവും സുഖകരമാക്കി കടം മേടിച്ച് നെയ്യ് കൂട്ടി ചോറുണ്ട് കഴിക്കണമെന്ന് പറഞ്ഞ ആളാണ് ചാർവാകൻ. ആ ചാർവാകനെ പോലും നമ്മൾ ചാർവാക മഹർഷി എന്നാണ് പറയുന്നത്. ചാർവാകൻ എഴുതിയിട്ടുള്ള ഡോക്യുമെന്റ്സിനെ എല്ലാം ചാർവാക സംഹിത എന്ന് തന്നെയാണ് പറയുന്നത്. ബുദ്ധിസവും ജൈനിസവും അതുപോലെ എത്രയോ തരം വിവിധ ഭക്തി പ്രസ്ഥാനങ്ങൾ
വിഷ്ണുവിനെ ഏറ്റവും പരമ ഗുരുവായി കാണുന്ന വൈഷ്ണവിസം, ശിവനെ ഏറ്റവും പരമ ആചാര്യനായി കാണുന്ന ശൈവിസം, ഗണപതിയെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഗാണപത്യം, സൂര്യനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന സൗരം, ദേവിയെ അടിസ്ഥാനം കൊണ്ട് ജീവിക്കുന്ന, ദേവിയാണ് ഏറ്റവും പരമമായ ശക്തി എന്ന് വിചാരിച്ചുകൊണ്ട് ഉള്ള ഒരു പ്രസ്ഥാനമാണ് ശക്തി പ്രസ്ഥാനം. അങ്ങനെ എല്ലാറ്റിനെയും സ്വീകരിച്ചിട്ടുള്ള മണ്ണാണ് ഭാരതം. ഭാരതം എന്ന വാക്ക് തന്നെ ഭാരതി, പല കഥകളുണ്ട്. ഭരതമുനിയിൽ നിന്നാണ്, ഭരത ചക്രവർത്തിയിൽ നിന്നാണ് എന്ന് പറയുമ്പോഴും ഇവിടെ വേറെ ഒരു വാക്ക് കൂടിയുണ്ട്. ഭാരതി എന്ന വാക്കിൽ നിന്നാണ് ഭാരതം എന്നുണ്ടായത്. ഭാരതി എന്ന് പറയുന്നത് സരസ്വതി തന്നെയാണ്, സരസ്വതി ദേവി തന്നെയാണ്. സരസ്വതി ദേവി അറിവിന്റെ ദേവിയാണ്. അപ്പോൾ അറിവിൽ നിന്നും ഉണ്ടായതാണ് ഈ ഭാരതം എന്നാണ്. അത് എനിക്ക് ആ അർത്ഥം സ്വീകരിക്കാനാണ് ഏറ്റവും ഇഷ്ടം. അറിവിൽ നിന്നുമുണ്ടായ, ഭാരതിയിൽ നിന്നുമുണ്ടായ നമ്മുടെ നാട് ഭാരതം. എല്ലാവിധ ഭക്തിപ്രസ്ഥാനങ്ങളെയും കൈനീട്ടി സ്വീകരിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മളുടേത്. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഈ മഹത്തായ ഈ മഹാഭാരതത്തിൽ ജനിക്കുക എന്നുള്ളത് നമ്മളുടെയൊക്കെ ഒരു മഹാഭാഗ്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള ഇതുപോലെയുള്ള ഗുരുദേവന്മാരുടെ, ആചാര്യന്മാരുടെ ഇതുപോലെയുള്ള കൃതികൾ, സംസ്കാരങ്ങൾ നമ്മൾക്ക് ഇതുപോലെ ഒത്തൊരുമി, അവർ സംസ്കാരം വളരുവാൻ വേണ്ടി നമ്മൾക്ക് എഴുതി തന്നിട്ടുള്ള കൃതികൾ ഇതുപോലെ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുക എന്നുള്ളതും ശ്രീമതി ഇന്ദിരാ വിജയൻ പറഞ്ഞ പോലെ നമുക്കൊരു ഭാഗ്യം തന്നെയാണ്. അതുകൊണ്ട് നമ്മൾക്ക് വീണ്ടും നമ്മളുടെ വിഷയമായ സനാതനധർമ്മത്തിലേക്ക്. ഓക്കെ, നിങ്ങളുടെ മനസ്സൊക്കെ ഇപ്പൊ സനാതനധർമ്മം എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ധർമ്മം, സനാതനം, രണ്ടു വാക്ക്. ധർമ്മം എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്? ധർമ്മം എന്ന് പറയുന്ന വാക്ക് ധരിക്കുന്നത്, ധരിക്കേണ്ടുന്നത്, ധരിച്ചിരിക്കുന്നത് എന്നൊക്കെയാണ്. അപ്പോൾ മനുഷ്യരായ നമ്മൾ ധരിക്കേണ്ടുന്ന എല്ലാ മൂല്യങ്ങളെയുമാണ് ധർമ്മം എന്ന് പറയുന്നത്. ഒരു മനുഷ്യന്റെ മനുഷ്യത്വം എന്ന് പറയുന്നത് അവന്റെ സ്നേഹം, അവന്റെ കരുണ, അവന്റെ ദയാവായ്പ, അവന്റെ ബഹുമാനം, ഇങ്ങനെയുള്ള എല്ലാ മൂല്യങ്ങളെയും ചേർത്ത് ധർമ്മം എന്ന വാക്കും. ഇത് മനുഷ്യർക്ക് അത്യാവശ്യം വേണ്ടുന്ന ഗുണഗണമായതുകൊണ്ട്, ഗുണഗണങ്ങളായതുകൊണ്ട് നമ്മൾ ഇതിനെയെല്ലാം കൂടെ ചേർത്താണ് ഒരു മനുഷ്യന് മനുഷ്യത്വം ഉണ്ടായി എന്ന് പറയുന്നത്. അവന്റെ ഗുണങ്ങളെ, അവൻ ധരിച്ചിരിക്കേണ്ട ഗുണം. അപ്പം ഈ ധർമ്മം അപ്പോൾ എല്ലാവർക്കും ഓരോ ധർമ്മമുണ്ട്. ഒരു ബ്രഹ്മചാരിക്ക് ധർമ്മമുണ്ട്, ഒരു ഗൃഹസ്ഥാശ്രമിക്കുണ്ട്, ഒരു സന്യാസിക്കുണ്ട്. പിന്നെ അവർക്ക് മാത്രമേ ഉള്ളൂ ധർമ്മം അല്ല. ഒരു മകൻ എന്ന നിലയിൽ, ഒരു മകൾ എന്ന നിലയിൽ, ഒരു ഭാര്യ എന്ന നിലയിൽ, ഒരു ഭർത്താവ് എന്ന നിലയിൽ, ഒരു അച്ഛൻ എന്ന നിലയിൽ, ഒരു അമ്മ എന്ന നിലയിൽ, ഒരു അധ്യാപകൻ എന്ന നിലയിൽ, ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ, ഒരു കൃഷിക്കാരൻ എന്ന നിലയിൽ പല പല ധർമ്മങ്ങളുമുണ്ട്. അപ്പം ഒരു ധർമ്മം ഉപേക്ഷിച്ചിട്ടല്ല നമ്മൾ അടുത്ത ധർമ്മത്തിലേക്ക് കടക്കുന്നത്. ഞാനൊരു മകളായിരിക്കെ തന്നെ ഞാനൊരു മകളാണ്, ഒരച്ഛന്റെയും അമ്മയുടെയും മകളാണ്. അതോടൊപ്പം ഞാൻ ഭാര്യയാണ്, ഞാൻ അമ്മയാണ്, അമ്മായിയമ്മയാണ്, അമ്മൂമ്മയാണ്, അമ്മായിയാണ്, അപ്പച്ചിയാണ്, കൂട്ടുകാരിയാണ്. അപ്പൊ ഈ ധർമ്മങ്ങളെ എല്ലാം തന്നെ ഞാൻ പരിപാലിക്കേണ്ടത് എങ്ങനെ? അവിടെയാണ് വീണ്ടും ധർമ്മത്തിന്റെ കുറച്ചുകൂടി ഒരു അർത്ഥവ്യാപ്തിയെ പറ്റി നമ്മൾ ആലോചിക്കേണ്ടത്. അതായത് എന്താണ്? വീണ്ടും ഒന്നുകൂടി ധർമ്മം എന്ന വാക്കിലേക്ക് വന്നാൽ, ധർമ്മം എന്ന വാക്കിന്റെ ശരിക്കുമുള്ള അർത്ഥം ഉത്തരവാദിത്വം, കർത്തവ്യം, അവകാശം എന്നാണ്. റെസ്പോൺസിബിലിറ്റീസ്, ഡ്യൂട്ടീസ് ആൻഡ് പ്രിവിലേജസ് എന്നാണ്. അതായത് ഒരു വ്യക്തി അവന്റെ അവകാശങ്ങളെ അവൻ പൂർത്തീകരിക്കുമ്പോൾ, അതവൻ അമ്മയായിട്ടായിരിക്കാം, മകളായിട്ടായിരിക്കാം, അധ്യാപകയായിട്ടായിരിക്കാം, ഡോക്ടറായിട്ടായിരിക്കാം, ഒക്കെയും തന്റെ അവകാശങ്ങൾ താൻ ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ വന്നു ചേരുന്ന ചില കർത്തവ്യങ്ങളും ചില ഉത്തരവാദിത്തങ്ങളും. ഇപ്പൊ നോക്കൂ, ഇംഗ്ലീഷിൽ തന്നെ എല്ലാ വാക്കിനും മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ചെയ്ത വാക്കുകളുണ്ട്. പക്ഷെ ധർമ്മം എന്ന വാക്കിന് ഇതുവരേക്കും അവർ അതിന്റെ എക്സാക്റ്റ് ആയിട്ടൊരു വാക്ക് കണ്ടുപിടിച്ചിട്ടില്ല. അവരിപ്പോഴും ധർമ്മ DHARM എന്ന് തന്നെയാണ് എഴുതുന്നത്. കാര്യം അതിന്റെ അർത്ഥവ്യാപ്തി അത്രയും ആയതുകൊണ്ടാണ്. അപ്പം ഇനി വേറൊരു ഉദാഹരണം പറയാം പെട്ടെന്ന് മനസ്സിലാക്കാൻ. ഒരച്ഛനും മകനും കൂട്ടി ഡ്രൈവ് ചെയ്തു പോകുന്നു. മകൻ ഡ്രൈവിങ് പഠിച്ചിട്ടില്ല, അവന് പ്രായമായിട്ടില്ല. അവൻ പറയുന്നുണ്ട് അച്ഛനോട്,
അച്ഛൻ വേഗത്തിൽ വിടൂ, എന്താ ഇത്ര സ്ഥലം റോഡിലുണ്ടല്ലോ, അച്ഛൻ അപ്പുറത്തൂടെ കയറ്റി വിട്ടാൽ എന്താ? അച്ഛൻ ചിരിക്കത്തേ ഉള്ളൂ, അച്ഛനൊന്നും മറുപടി പറയത്തില്ല. അങ്ങനെ ഇരിക്കെ അവൻ പ്രായമായി, അവൻ പ്രായപൂർത്തിയായി, അവൻ ലൈസൻസ് എടുത്തു. ഇനി ഞാൻ കാണിച്ചു കൊടുക്കാം, എന്റെ അവകാശമാണ്, എനിക്ക് പ്രായപൂർത്തിയാകുമ്പോൾ ലൈസൻസ് കിട്ടിയാൽ എനിക്ക് ഇഷ്ടമുള്ള പോലെ റോഡ് നീണ്ടു നിവർന്ന് കിടക്കുകയല്ലേ എന്ന് പറഞ്ഞ് താക്കോലും എടുത്ത് കാറും എടുത്ത് റോഡിലോട്ട് ഇറങ്ങുമ്പോഴാണ് അവൻ ഓർമ്മ വരുന്നത്, എന്ത്, എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എന്നുള്ള അവകാശം എനിക്ക് കിട്ടിയപ്പോൾ അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് ചില ഉത്തരവാദിത്തങ്ങളും കടമകളുമുണ്ട്. ചില സ്ഥലങ്ങളിൽ ഞാൻ ഇത്ര മൈൽ സ്പീഡിലെ കാർ ഓടിക്കാവൂ, ചില സ്ഥലങ്ങളിൽ ഹോൺ അടിക്കാൻ പാടില്ല. അങ്ങനെ അവന്റെ അവകാശങ്ങളോടൊപ്പം അവൻ ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തങ്ങളെയും അവൻ ചെയ്യേണ്ടുന്ന കർത്തവ്യങ്ങളെയും കൂടെ ചേർത്ത് വെച്ച് പറയുമ്പോഴാണ് ധർമ്മം എന്ന വാക്കിന് പ്രസക്തി ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ധർമ്മം ഇത് ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും മഹർഷീശ്വരന്മാർ എഴുതി വെച്ച് അക്കാലത്ത് ചെയ്താൽ മതിയോ? അല്ല, ഇപ്പോഴും ചെയ്യണം, ഇന്നും ചെയ്യണം, നാളെയും ചെയ്യണം, മറ്റന്നാളും ചെയ്യണം. അതായത് എൻ്റെ ഇവിടെയുള്ള ജീവിതം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഞാൻ അതിനെ എന്താ പറയുക, ഞാൻ അതിനെ മോഡിഫൈ ചെയ്ത് മുന്നോട്ട് പോകാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കണ്ടറിഞ്ഞിട്ട് എല്ലാവർക്കും എല്ലാവരുടെയും കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട്, എല്ലാവർക്കും ഓരോരുത്തർക്കും അവനവന്റെ ജീവിതത്തിലെ ഉന്നതിയുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സ്വാർത്ഥപരമായി എനിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്ത്, അതുകൊണ്ട് തന്നെ നമ്മളുടെ മഹർഷീശ്വരന്മാർ നമ്മളുടെ സ്വന്തം കാര്യത്തിനും അതുപോലെ തന്നെ സമൂഹത്തിന്റെ എന്താ പറയുന്നത് ആകവേ ഉള്ള നിലനിൽപ്പ്, ഒരു സമൂഹത്തിന്റെ ആകവേ ഉള്ള നിലനിൽപ്പ് എന്ന് പറയുമ്പോൾ അതിൽ മനുഷ്യർ മാത്രമല്ല, അതിൽ പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ സമൂഹത്തിന്റെ ആകവേ ഉള്ള നിലനിൽപ്പിന് എൻ്റെ കർത്തവ്യങ്ങളും എൻ്റെ ചുമതലകളും എൻ്റെ അവകാശങ്ങളും ഇതെല്ലാം ചേർത്താണോ ഞാൻ പ്രവർത്തിക്കുന്നത്? അതുകൊണ്ട് തന്നെ അങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള ഒരു പ്രാധാന്യത്തിന്റെ ആ ഒരു അറിവിന്റെ നിറവിൽ നമ്മളുടെ മഹർഷീശ്വരന്മാർ എഴുതി ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തിലുള്ള എല്ലാറ്റിനും സുഖം ഭവിക്കട്ടെ എന്ന് പറഞ്ഞവരാണ് നമ്മുടെ മഹർഷീശ്വരന്മാർ. കാര്യം അവർ പറഞ്ഞു, നാം ഈ പ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെയാണോ എന്ന് നമ്മൾക്കും സംശയിക്കാം. കാര്യം നമ്മളത് എങ്ങനെയാണ് ആ ഒരു നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് നമ്മൾക്കും നോക്കേണ്ടതായിട്ടുണ്ട്. ബന്ധപ്പെട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഞാൻ എൻ്റെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, ഞാൻ എൻ്റെ കടമകൾ നിർവഹിക്കുമ്പോൾ, ഞാൻ വേറൊരു അപരന്റെ ജീവിതത്തിന് ഞാൻ വിഘാതമായി നിൽക്കുന്നുണ്ടോ? ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊക്കെ പണ്ട് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, എത്ര നൂറ്റാണ്ടുകളെന്ന് പറയാൻ വയ്യാത്ത അത്രയും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഏതോ മഹർഷീശ്വരന്മാർ എഴുതി വെച്ചു, അല്ലെങ്കിൽ ആരോ എഴുതി വെച്ചതിന് ഇപ്പം ഈ ശ്രീനാരായണ ഗുരുദേവൻ 100 കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യങ്ങളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? അതാണല്ലോ ഇന്ന് സുനിൽ ചോദിച്ചത് എന്നോട്. ശ്രീനാരായണ ഗുരുദേവൻ, സനാതന ധർമ്മം എന്ന് പറയുന്നത്, ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം എന്ത്? സിമിലാരിറ്റീസ് ആണോ, അതോ ഇവർ തമ്മിൽ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിയിട്ടുണ്ടോ? എന്നാണ് എനിക്ക് തോന്നുന്നത് ചോദ്യം. ശ്രീനാരായണ ഗുരുദേവൻ സനാതന ധർമ്മിയാണോ? ആണെങ്കിൽ ഗുരുദേവനും ഈ പറഞ്ഞ മഹർഷീശ്വരന്മാർ പറഞ്ഞ ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്ത ആളായിരിക്കണമല്ലോ. അപ്പോൾ മഹർഷീശ്വരന്മാർ പറഞ്ഞു, ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തിലുള്ള എല്ലാവർക്കും സുഖമായി ഭവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഗുരുദേവൻ എന്താ പറഞ്ഞ? ശുദ്ധ മലയാളത്തിൽ അതേ കാര്യം തന്നെ പറഞ്ഞു. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരന് സുഖത്തിനായി വരണം. അപ്പം ഗുരുദേവൻ പറഞ്ഞ സെയിം കാര്യമല്ലേ? ഗുരുദേവൻ വേറെ വഴിവിട്ടെങ്ങും പോയിട്ടില്ല. അതേ സനാതന ധർമ്മത്തിന്റെ ചുവട് പിടിച്ച് അതേ അദ്വൈത ശാസ്ത്രത്തിലേക്ക് വരികയാണ്. ആ ശാസ്ത്രത്തിൽ തന്നെയാണ് ഗുരുദേവനും കാലുറപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ഒരു ചോദ്യം വരും, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണമെങ്കിൽ ഞാനും അപരനും തമ്മിൽ, ഞാൻ ധർമ്മം എന്നുള്ള വാക്കിലാണ്, സനാതനം എന്നുള്ള വാക്കിലേക്ക് വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അപരൻ എന്നുള്ള ഈ വാക്കിന്
എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട്, ഞാൻ അവരന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവരൻ്റെ ക്ഷേമം ഞാൻ അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ, അവരനുമായി എനിക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ. ഞാൻ എൻ്റെ കാര്യം നോക്കി എനിക്ക് 20 സെന്റ് സ്ഥലമുണ്ട്, ഞാൻ അതിൽ ആരുടെ ഒരു ശല്യത്തിന് പോകാതെ, നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ആരുടെ ഒരു ശല്യത്തിന് പോകാതെ ഞാനിവിടെ ഇങ്ങനെ ജീവിക്കുക. എനിക്ക് എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ എങ്ങനെ ഭൂമിയിൽ നിന്ന് പൊട്ടി മുളച്ചു വന്നതാണോ നമ്മൾക്ക് അവരുമായിട്ട് ഒരു ബന്ധവുമില്ലേ? നമുക്ക് നോക്കണം. ഈ നിൽക്കുന്ന വൃക്ഷലതാദികൾ തരുന്ന ഓക്സിജനാണ് നമ്മൾ വലിച്ചെടുക്കുന്നത്. അതായത് അവരനല്ലേ, മനുഷ്യർ മാത്രമല്ല. ഈ നാട്ടിൽ ഈ പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും ഇല്ലെങ്കിൽ നമ്മൾക്ക് ജീവിക്കാൻ പറ്റുമോ? പക്ഷിമൃഗാദികൾക്കും പറ്റും, മനുഷ്യരില്ലാത്തതായിരിക്കും ഏറ്റവും സന്തോഷം. പക്ഷെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ അവരില്ലാതെ? ആലോചിച്ചു നോക്കൂ, പറ്റില്ല. അതുകൊണ്ട് നാം എല്ലാം തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോ നമ്മളുടെ മഹർഷീശ്വരന്മാർ ഈ ഒരു എന്താ പറയുന്നത്, അവർ ഇങ്ങനെ ആലോചിക്കുകയാണ്. അതീവ ബുദ്ധിമാന്മാരാണ്. ഇപ്പോഴത്തേത് അതിലും വലിയ ബുദ്ധിമാന്മാരാണ്. ഇപ്പൊ നമുക്കറിയാമല്ലോ, കമ്പ്യൂട്ടറിന്റെ ഒക്കെ കാലത്ത് എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളാണ് നടക്കുന്നത്. തൽക്കാലം അതിനെ മാറ്റി വെച്ചിട്ട് നമ്മളുടെ മഹർഷീശ്വരന്മാർ എന്താ ചിന്തിച്ചത്, ഈ പ്രപഞ്ചം എങ്ങനെയാണ് നിൽക്കുന്നത്, ഞാൻ ആരാണ്, ഞാൻ ഈ പ്രപഞ്ചവുമായിട്ട് എനിക്കുള്ള ബന്ധം എന്താണ്? കാര്യം, ഈ പ്രപഞ്ചത്തിലേക്ക് ഞാൻ നോക്കുമ്പോൾ ഞാൻ കാണുന്ന ഈ വസ്തുവകകളെല്ലാം, അത് സോളിഡ് ആയിക്കോട്ടെ, ലിക്വിഡ് ആയിക്കോട്ടെ, ഗേഷ്യസ് ഫോമിലുള്ളതായിക്കോട്ടെ, ഞാൻ കാണുന്ന കാഴ്ചകൾ, കേൾവികൾ എല്ലാം തന്നെ, എല്ലാറ്റിനും ഒരു നാമമുണ്ട്, എല്ലാത്തിനും ഒരു രൂപമുണ്ട്. എല്ലാം ഇവിടെ ഉണ്ടായി നിലനിന്ന് നശിച്ചു പോകുന്നല്ലോ. അപ്പോൾ മഹർഷീശ്വരന്മാർ ആലോചിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഈ ഉണ്ടായി നിലനിന്ന് നശിച്ചു പോകുന്ന, അപ്പൊ ഞാൻ ഈ കാണുന്ന, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടായി നിലനിന്നില്ലാതെയാവുന്നുണ്ട്. മനുഷ്യർക്കൊരു പ്രത്യേക ആയുസ്, പട്ടികൾക്കൊരു പ്രത്യേക ആയുസ്, ചിത്രശലഭങ്ങൾക്ക് ദിവസം മാത്രമുള്ള ആയുസ്, മരങ്ങൾ വർഷങ്ങളോളം നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഉണ്ടായി, അതുപോലെ കാലാവസ്ഥകൾ മാറി മാറി വരുന്നു. ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന, ഇങ്ങനെ ഉണ്ടായി നിലനിന്നില്ലാതെയാവുന്ന ഈ കൃത്യസമയത്ത് തന്നെ കാലാവസ്ഥകൾ, മഴക്കാലം, മഞ്ഞുകാലം, ഇതെല്ലാം ആരാണ് ഇതിന്റെ പുറകിൽ? ആരാണ് ഇതിനെ ഇത്ര കൃത്യമായി ഈ പ്രപഞ്ചത്തിനെ നിലനിർത്തുന്നത്? കാര്യം, ആരെയും അതിനെ കാണുന്നില്ല. അപ്പോൾ ഇവർ ഇങ്ങനെ, നമ്മളുടെ മഹർഷീശ്വരന്മാർ, ഇതെന്താണ് ഇതിന് കാരണം? അപ്പോൾ അനിത്യമായി കാണുന്നതാണല്ലോ ഞങ്ങൾ ഈ കാണുന്നതെല്ലാം. അനിത്യമാണ്. എല്ലാറ്റിനും ഒരു തുടക്കവും ഒരു അവസാനവുമുണ്ട്. അങ്ങനെയാണെങ്കിൽ അനിത്യമായതാണ് ഞങ്ങൾ ഇവിടെ കാണുന്നതെങ്കിൽ ഇതിന്റെ പുറകിൽ നിത്യമായ എന്തോ ഉണ്ട്, ഇല്ലേ? അതല്ലാതെ പറ്റില്ലല്ലോ. അല്ല, എല്ലാം അനിത്യമായാൽ പറ്റുമോ? ഉദാഹരണത്തിന് നമ്മൾ ട്രെയിൻ കാണുന്നു. ട്രെയിൻ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ട്രെയിൻ ഓടുന്നത് ഉറച്ചു നിൽക്കുന്ന റെയിലിലല്ലേ. ട്രെയിൻ ഓടുകയാണ്, റെയിൽ ഓടുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഡീറെയിലായി പോകും. അപ്പോൾ ട്രെയിനിന് ഓടണമെങ്കിൽ ഉറച്ച ഒരു പ്രതലം വേണം. ഇപ്പോൾ ഞാനിരിക്കുന്ന മുറിയിൽ ഫാൻ കറങ്ങുന്നുണ്ട്. ഫാൻ കറങ്ങണമെങ്കിൽ അതിന് ഉറച്ച ഒരു സീലിംഗ് വേണം. ആ ഉറച്ച സീലിംഗിൽ നിന്നുകൊണ്ടാണ് ഈ ഫാൻ കറങ്ങുന്നത്, ഇല്ലേ? അപ്പൊ തൽക്കാലം നമ്മൾക്ക് അതിനെ നിത്യമായ സീലിംഗ് നൽകാം. നിത്യം തന്നെ കെട്ടിടം പൊളിക്കുമ്പോൾ അത് പോകും. ഞാൻ അതിലേക്കല്ല പോകുന്നതെങ്കിൽ ഏകദേശം ഒരു ഉദാഹരണം. അപ്പം നിത്യമായ ഒരു വസ്തുവിൽ അതെന്താണെന്ന് അറിയില്ല. അപ്പോൾ അതിൽ നിന്നുകൊണ്ട് വേണം അനിത്യമായതിനെ, ഈ അനിത്യമായത് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ നമ്മളുടെ മഹർഷീശ്വരന്മാർ ചുറ്റും നോക്കിയിട്ട് പറഞ്ഞു, അസ്ഥി. വാക്ക് കേട്ടിട്ടുണ്ടോ? അസ്ഥി എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്നാണ്. ഉണ്ട്. അപ്പൊ അവർ പറഞ്ഞു, ഈ കാണുന്ന വസ്തുക്കളിലെല്ലാം തന്നെ, ഈ പ്രപഞ്ചത്തിൽ ഞാൻ എൻ്റെ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി എന്ന് കൊണ്ടറിയുന്ന, ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ടറിയുന്ന ഈ പ്രപഞ്ചത്തിലെ ഏതു വസ്തുക്കൾക്കും അസ്ഥി, ഇതിലെല്ലാം ഉണ്ട്. എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല. ഉണ്ട് എന്നവർക്ക് മനസ്സിലായി, എന്തോ ഉണ്ട്.
അപ്പോൾ ഇവർക്ക് അതിനെ അറിയാൻ വേണ്ടിയിട്ട് നമ്മളുടെ പൂർവികരായ, നമ്മളുടെ മഹത്തുക്കളായ, നമ്മളുടെ മഹർഷീശ്വരന്മാർ ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളിൽ നിന്നും തങ്ങളുടെ ഇന്ദ്രിയങ്ങളെ എല്ലാം പതുക്കെ ഒന്ന് നിയന്ത്രിച്ച് ഇതിനെപ്പറ്റി അവർ ഉള്ളിലേക്ക് ഒന്ന് ആലോചിച്ചു. എന്താണ് ഇതിന്റെ ഒരു ആരാണ് ഇതിന്റെ പുറകിൽ, ഇല്ലേ? ആ ഒരു ഈ ജഗത്ത് എവിടെ നിന്നുണ്ടായി, ഇത് എന്താണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം? ഇത് ശ്രീനാരായണ ഗുരുദേവനും പറയുന്നുണ്ട്. ബ്രഹ്മവിദ്യാ പഞ്ചകത്തിന്റെ 1-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അഹമിതം കുതോ ജഗത് ഇത് സ്വാമിൻ വദത്വം പ്രഭു, 1-ാം ശ്ലോകത്തിന്റെ അവസാനത്തെ വരിയിൽ. അതായത് ഈ ജഗത്ത് എങ്ങനെയുണ്ടായി, ഞാൻ ആരാണ് ചോദ്യമാണ്. അത് തന്നെയാണ് മഹർഷീശ്വരന്മാരും ചോദിച്ചത്. സെയിം തിങ് അല്ലേ? അപ്പോ ഈ ഒരു സനാതനത്തിലെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. തെറ്റിക്കേണ്ട, ധർമ്മം പറഞ്ഞു കഴിഞ്ഞു. ഇനി 2 വാക്കുകളെ കൂടെ കൂട്ടിച്ചേർക്കേണ്ടതായിട്ടുണ്ട് അവസാനം. അപ്പൊ ഈ ഒരു എന്താണ് ഇവിടെ സനാതനമായി നിൽക്കുന്നത്? ഈ പ്രപഞ്ചത്തിലെ ആരാണ് ഈ പ്രപഞ്ചത്തിനും പ്രപഞ്ച വസ്തുക്കൾക്കും ഇതിനെ അന്വേഷിക്കുന്ന എനിക്കും നിദാനമായി നിൽക്കുന്നതാര് എന്ന് നമ്മളുടെ മഹർഷീശ്വരന്മാർ അന്വേഷിച്ചു. അവർ എങ്ങനെയാണ് അന്വേഷിച്ചത്? ഇന്ദ്രിയങ്ങളെ എല്ലാം പുറമേ പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ ഇല്ലാതാക്കിയല്ല, അവയെ ഒന്ന് നിയന്ത്രിച്ച് ഉള്ളിലേക്ക് അവരൊന്ന് നോക്കി. അങ്ങനെ എന്താണ് ഈ കാണുന്ന ഈ വസ്തുക്കളിലെല്ലാം, എന്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയുന്ന ഈ വസ്തുക്കളിലെല്ലാം അസ്ഥിയായിരിക്കുന്ന ഉണ്മയായി അവർ ഉള്ളിലേക്ക് ഒന്ന് നോക്കി. മറ്റേ എപ്പോഴും പുറത്തേക്കായിരുന്നു ഇന്ദ്രിയങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ഈ പറയുന്ന നോട്ടത്തിന് കഠോപനിഷത്തിൽ, അതായത് ഉപനിഷത്തുകളൊക്കെ എന്നാ ഉണ്ടായെന്ന് നമുക്കുള്ള കാലഗണന പോലും ചെയ്യാനൊക്കെ ഇല്ല. അങ്ങനെയുള്ള കാലഘട്ടത്തുണ്ടായ കഠോപനിഷത്തിൽ പറയുന്നു, പരാഞ്ചികാനി വിതരണ സ്വയംഭൂ തസ്മാത് പരാങ് പഞ്ചതി ന അന്തരാത്മൻ കശ്ചിത് ധീര പ്രത്യേകാത്മാനമൈഷത് ആവർത്ത ചക്ഷുഹു അമൃതത്വമിച്ച. അതായത് അതിൽ പറഞ്ഞിരിക്കുന്നത് ഇത്രയുമേ ഉള്ളൂ. ഈ പ്രപഞ്ചത്തിന് കാരണമായ ആ സത്യം നമ്മളുടെ ഇന്ദ്രിയങ്ങളെ പുറത്തേക്കാക്കി ചമച്ചു വെച്ചു. എന്നാൽ കശ്ചിത് ധീര പ്രത്യേകാത്മമാനമൈഷത്, ഒരു ധീരൻ, അതെ അവന് ധൈര്യം വേണം. ധൈര്യം എന്ന് പറഞ്ഞാൽ ഒരു ധീരൻ ഈ സത്യത്തെ അറിയുന്നതിന് വേണ്ടി അവൻ തന്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ഉള്ളിലേക്ക് നോക്കി. അപ്പം ഉള്ളിലേക്ക് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് നോക്കുന്നതിനും അവന് ധൈര്യം വേണം. ഈ ഒരു കാര്യത്തെ ഈ പറയുന്ന കഠോപനിഷത്തിൽ പറയുന്ന ഈ 4 വരിയെ തന്നെ ശ്രീനാരായണ ഗുരുദേവൻ ആത്മോപദേശ ശതകത്തിൽ എഴുതി, അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്തു പുറത്തു ഉജ്ജ്വലിക്കും കരുവിന് കണ്ണുകളഞ്ചും ഉള്ളടക്കി തെരുതര വീണു വണങ്ങിയത്. ഇതേ അർത്ഥം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താ? ഈ കരുവിന്, അവിടെ കരുവെന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പറയാൻ പോകുന്നേ ഉള്ളൂ. ഈ പ്രപഞ്ചത്തിന് കാരണമായിരിക്കുന്ന ആ സത്യത്തെ അറിയാൻ തെരുതര വീണു വണങ്ങണമെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പോയി സമർപ്പിക്കണമെന്നല്ല അതിന്റെ അർത്ഥം. വീണ്ടും വീണ്ടും ഉള്ളിലേക്ക് ചിന്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചിന്തിച്ച നമ്മളുടെ മഹർഷീശ്വരന്മാർക്ക് ഒരു ഉത്തരം കിട്ടി. അവരുത്തരം കണ്ടുപിടിച്ചു. കാരണം എത്രയോ വർഷത്തെ അവരുടെ പരീക്ഷണങ്ങളിലൂടെ, അവരുടെ പരീക്ഷണങ്ങൾ എവിടെയാണ്? ലാബറട്ടറികളിലല്ല അവർ നടത്തിയത്, അവരുടെ സ്വന്തം മനസ്സിൽ തന്നെയാണ് അവർ അവരുടെ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തിയത്. എന്നിട്ട് അവർ പറഞ്ഞു, അസ്തിത്വമുണ്ട്. ഈ പുറത്ത് കാണുന്ന ഉണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് നീ, ആ പ്രപഞ്ച സത്യം. ഈ പ്രപഞ്ചത്തിന് കാരണമായിരിക്കുന്നത് അതെന്തോ ആവട്ടെ, തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ. ഈ പ്രപഞ്ചത്തിന് നിദാനമായിരിക്കുന്ന, ഈ പ്രപഞ്ചത്തിന് പ്രപഞ്ചം എന്ന് പറയുമ്പോൾ പ്രപഞ്ചവും പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളും, പ്രപഞ്ചത്തിന് കാരണമായിരിക്കുന്ന ആ സത്യവസ്തു തന്നെയാണ് ഞാൻ ഈ കാണുന്ന അനിത്യമായ കാര്യങ്ങളിലും ജീവചൈതന്യമായിരിക്കുന്നത്. രണ്ടും ഒന്ന് തന്നെ. പക്ഷെ ഒന്ന് പ്രപഞ്ചത്തിന് കാരണമായി ഇരുന്നു കൊണ്ട് അതിനെയാണ് നമ്മൾ
ബ്രഹ്മമെന്നോ ഓങ്കാരമെന്നോ പരമാത്മാവെന്നോ സച്ചിദാനന്ദമെന്നോ ചിദാനന്ദമെന്നോ ചൈതന്യമെന്നോ ഉണ്മയെന്നോ സത്യമെന്നോ ധർമ്മമെന്നോ എല്ലാം ബ്രഹ്മമെന്നൊക്കെ പറയുന്ന ഈ ഒരു കണ്ടെത്തലിനെയാണ്, ഈ സത്യത്തെയാണ്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ബൃഹത്തായത്, വലുതായിക്കൊണ്ടിരിക്കുന്നത്, വളരുന്നത്, എല്ലാറ്റിനും ഉൾക്കൊള്ളാൻ സ്ഥലം കൊടുക്കുന്നത് എന്നാണ്. അല്ലാതെ ഒരു വ്യക്തിയല്ല, നിറമില്ല, മണമില്ല, ഗുണമില്ല, ഒന്നുമില്ല. പക്ഷെ എല്ലാറ്റിനും അത് ഉണ്മ കൊടുക്കുന്നു. ആ സത്യം തന്നെയാണ് പ്രപഞ്ചത്തിൽ കാണുന്ന സർവചരാചരങ്ങൾക്കും ചൈതന്യങ്ങൾ. ആ പ്രപഞ്ച ശക്തിയുടെ സ്ഫുലിംഗങ്ങളാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം. കേനോപനിഷത്ത് അതിലൊരു ചോദ്യം മഹർഷീശ്വരൻ ഒരു ഗുരു ശിഷ്യനോട് ചോദിക്കുന്നത് പോലെയാണ്. കേനേഷിതം പദ്ധതി പ്രേഷിതം മനഃ കേന പ്രാണപ്രഥമ പ്രൈതിയുക്ത കേനേഷിതം വാചമിമാം വദന്തി ചക്ഷുശ്രോത്രം കൗദേവോ. ഒരു സംശയാലുവായ ഒരു ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കുക, കേനോപനിഷത്തിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ അങ്ങനെ നമ്മൾക്ക് എടുക്കാം. എന്തായാലും ആരോ ചോദിക്കുകയാണ്, എന്താണ് കേനേഷിതം പദ്ധതി പ്രേഷിതം മനഃ കേന പ്രാണപ്രഥമ പ്രൈതിയുക്ത കേനേഷിതം വാചമിമാം വദന്തി ചക്ഷുശ്രോത്രം കൗദേവോ. അല്ലയോ ഗുരു, എന്റെ ഈ വാക്കുകളൊക്കെ എവിടുന്നാണ് വരുന്നത്? എന്റെ കണ്ണുകൾ കാണുന്നത് എങ്ങനെയാണ്? കാര്യം കണ്ണുകൾ എന്ന് പറയുന്നത് വെളിയിലേക്ക് ഇരിക്കുന്ന 2 ഇന്ദ്രിയങ്ങൾ മാത്രമാണ്. വാക്കുകൾ എന്നെ പറയാൻ പ്രേരിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ പ്രഥമ പ്രാണപ്രയുക്ത എന്നാണ് ശിഷ്യൻ ചോദിച്ചത്. ഞാൻ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണപ്പോൾ എനിക്ക് എങ്ങനെയാണ്, ആരാണ് എന്നിൽ ഇരുന്നു കൊണ്ട് എനിക്ക് ആദ്യ ശ്വാസം എടുക്കാൻ എന്നെ സഹായിച്ചതായിരുന്നു? ഒരു ചോദ്യമാണത്. നമുക്ക് പറയാൻ അത് ഹോസ്പിറ്റലിൽ അത് ഡോക്ടർമാർ നമ്മളെ എങ്ങനെ എടുത്തു തലകീഴാക്കി പിടിച്ചു 2 അടി തന്നു നമ്മൾ ഒച്ച വെച്ചു. അല്ല എന്ന് പറയില്ല. നമ്മളുടെ ഉള്ളിൽ ഏത് ശക്തിയാണ് നമ്മളോട് പറഞ്ഞത് ആദ്യ ശ്വാസം എടുക്കും? നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മൾ കഴിച്ചാൽ അതിനെ വിസർജ്യമാക്കി കുറെ പുറത്തേക്ക്, കുറച്ച് ശരീരത്തിന്റെ പോഷകത്തിന് വേണ്ടിയിട്ട്, ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്? കേനേഷിതം, അതാണ് ആ ചോദ്യം. അതിൽ ചോദിച്ചത് പ്രഥമ പ്രാണപ്രയുക്ത എന്ന് തന്നെയാണ്. ആരാണ് എന്നെ? കാര്യം അത്രയും നാൾ അമ്മയുടെ ഉദരത്തിൽ ശ്വസിച്ചുകൊണ്ടിരുന്ന ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ എങ്ങനെയാണ് എനിക്ക് ആദ്യമായി ശ്വസിക്കാൻ? ആരാണ് എന്നെ പ്രേരിപ്പിച്ചത്? എന്റെ കണ്ണ് ഓരോന്നിൽ പോയി വീഴുന്നു, എന്റെ ചെവി, എന്റെ മൂക്ക്, ഇതൊക്കെ ഓരോ കാര്യങ്ങളിലേക്ക് പോയി വീഴുമ്പോൾ ആരാണ് ഇതിന്റെ എല്ലാം പുറകിൽ? ഒരു ചോദ്യമാണ്. ഗുരുദേവൻ ഇതിന്റെയൊക്കെ പുറകിൽ ആരാണ് ഇരിക്കുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പോ നമ്മളുടെ മഹർഷീശ്വരന്മാർ കണ്ടെത്തി ഈ പ്രപഞ്ചത്തിനൊരു സത്യമുണ്ട്. അതൊരു വ്യക്തിയല്ല, പിന്നെ അതൊരു തത്വമാണ്. അതിനെ മഹർഷീശ്വരന്മാരിട്ട പേരാണ് ബ്രഹ്മം, പരമാത്മാവ്, ഈശ്വരൻ. നമ്മളുടെ അന്തരിച്ച ഗുരുദേവ സമ്പൂർണ്ണ കൃതികളുടെയും വ്യാഖ്യാനം എഴുതിയ ശ്രീ ബാലകൃഷ്ണൻ നായർ സാർ ഇതിനെ പറയുന്നത് ബോധം എന്നാണ്. അദ്ദേഹം ബോധമെന്ന് മാത്രമേ ഈ വാക്കിനെ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഈ പ്രപഞ്ച ചൈതന്യം അത് പ്രപഞ്ചത്തിന് കാരണമായിരുന്നു കൊണ്ട് അതിന്റെ സ്ഫുലിംഗങ്ങൾ തന്നെയാണ് ഈ സർവ്വചരാചരങ്ങളിലും നിറഞ്ഞു നിന്ന് ഇതിനെ ചൈതന്യവത്താക്കുന്നത്. ആ ചൈതന്യത്തെ ബാലകൃഷ്ണൻ നായർ സാർ വിളിച്ചത് ബോധം എന്നാണ്. ഊർജം എന്ന് വിളിക്കുന്നു. ഇംഗ്ലീഷുകാർ, നമുക്ക് എന്ത് കാര്യം ഇംഗ്ലീഷുകാർ പറഞ്ഞാലേ നമുക്കൊരു വിശ്വാസമാകത്തുള്ളൂ. അവർ ഇതിനെ വിളിച്ച പേരെന്താ? അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ്, എറ്റേണൽ ബ്ലിസ്. അപ്പം നമുക്കൊരാശ്വാസമായി. അവര് പോലും അംഗീകരിച്ചല്ലോ. നമ്മളുടെ മഹർഷീശ്വരന്മാർ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഇതിനെ എനർജി എന്ന് വിളിച്ചപ്പോൾ നമുക്ക് എന്ത് ഒരു ചേല് പോരാ. ഇംഗ്ലീഷുകാരതിനെ എറ്റേണൽ ബ്ലിസ്, അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ്, എനർജി എന്നൊക്കെ വിളിച്ചപ്പോൾ കൊള്ളാലോ. ഇത് നമ്മുടെ ഒരു ഹിപ്പോക്രസിയാണ്. നമുക്ക് നമ്മുടേത് അങ്ങോട്ട് വിശ്വസിക്കാൻ വയ്യ. അപ്പോട്ടെ, എന്തായാലും അങ്ങനെയെങ്കിലും വിശ്വസിച്ചല്ലോ. പക്ഷെ ഈ പറയുന്ന എല്ലാ പേരുകളിലും ബ്രഹ്മമെന്നാകട്ടെ, ബോധമെന്നാകട്ടെ, എന്തു തന്നെ ആവട്ടെ, ആ ബോധം, അതായത് അതാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. അത് തന്നെയാണ് മാനായും മാനായതും ഭൗതി മീനായതും ഭൗതി നീനാകവും നഖകം എന്ന് ഗുരുദേവൻ പറയുന്ന ഈ പ്രപഞ്ചത്തിലുള്ള ജീവനുള്ളതും ജീവനില്ലാത്തതും എല്ലാമായി നിൽക്കുന്നത് ആ പ്രപഞ്ച ഉണ്മ തന്നെയാണ്. ആ സത്യം തന്നെയാണ്. ആ സത്യം അനാദിയാണ്,
അപ്രമേയമാണ്, അനാമികയാണ്. അതിലാണ് ഈ കാണുന്ന ഈ പ്രപഞ്ചം ഉണ്ടായി നിലനിന്നില്ലാതെ ഇരിക്കുന്നത്. അതിന് ശ്രീനാരായണ ഗുരുദേവൻ കൊടുത്ത പേര്, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേര് ഈ ബ്രഹ്മത്തിന്, ഈ ബോധത്തിന് വേറെ ആരും കൊടുത്തിട്ടില്ല. ഗുരുദേവൻ കൊടുത്ത പേരാണ് അറിവ്, കരു. അതുകൊണ്ടാണ് ഗുരുദേവന്റെ ഗദ്യപ്രാർത്ഥനയിൽ നാം ശരീരമല്ല അറിവാകുന്നു എന്ന് പറഞ്ഞത്. നമ്മള് അറിവാകുന്നു എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന് നിലനിൽപ്പിന് കാരണമായിരിക്കുന്നത് എന്തോ അത് തന്നെയാണ് ഞാനും. പക്ഷെ ഞാൻ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുമ്പോൾ എന്താണ്? എനിക്കൊരു ഉണ്ടാകലും നിലനിൽക്കലും ഇല്ലാതെയാവലുമുണ്ട്. അപ്പോൾ അനാദിയായ അപ്രമേയമായ ഒടുക്കവും തുടക്കവും ഇല്ലാത്ത നാമമില്ലാത്ത ആ സത്യത്തിൽ നിന്ന് നമ്മൾ പ്രപഞ്ചത്തിലെ നമ്മൾ എല്ലാവരും ഉണ്ടായത് കൊണ്ടാണ് ഇതിനെ പ്രപഞ്ചം പ്രകർഷേണ പഞ്ചീകരിക്കപ്പെട്ടിരിക്കുന്നത്. പ്രകൃതി പ്രകർഷേണകൃതമായത് ഈ പഞ്ചഭൂതങ്ങളാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പെർമ്യൂട്ടേഷനും കോമ്പിനേഷനുകളും കൊണ്ടാണ് ഇവിടെ കാണുന്ന എല്ലാം ഉണ്ടായിരിക്കുന്നത്. പക്ഷെ അതിനെയെല്ലാം നിലനിർത്തിയിരിക്കുന്നത് ഈ ചൈതന്യമാണ്. അപ്പോൾ അവിടെ ഒരു ചോദ്യം വരാം, അങ്ങനെയാണെങ്കിൽ ജീവനില്ലാത്തതിൽ ഈശ്വരനുണ്ടോ? സർവചരാചരങ്ങളും നമ്മൾ പറയുന്നത്, സർവചരാചരങ്ങളിലും ഈശ്വരൻ. ഗുരുദേവൻ പറയുമല്ലോ, എല്ലാം തന്നെ ഈശ്വരൻ. ദൈവദശകത്തിലൊക്കെ പറയുമല്ലോ, എല്ലാം തന്നെ, സർവവും. നീയല്ലോ മായയും മായാവിയും, നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും, നീയല്ലോ എല്ലാം പറയുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ജീവൻ ഇല്ലാത്തതിൽ ആരാണ്? ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മൾ പോലും അറിയാതെ ദഹിപ്പിക്കുന്നു. നമ്മൾ ഇത്ര വട്ടം കണ്ണ് ചിമ്മണമെന്നൊരു നിയമമുണ്ട്, ഇത്ര വട്ടം ഹാർട്ട് ബീറ്റ് വേണമെന്നൊരു നിയമമുണ്ട്. ഇനി മനുഷ്യരുടെ കാര്യം കഴിഞ്ഞൊരു കോഴിയെയും താറാവിനെയും എടുത്താൽ, ഒരു കോഴിക്കുഞ്ഞിനെ വെള്ളത്തിന്റെ കരയിൽ കൊണ്ടുവച്ചാൽ അത് വെള്ളത്തിൽ ചാടില്ല. താറാക്കുഞ്ഞിനെ കൊണ്ടുവച്ചാൽ അത് ചാടും. ആരാണ് അതിനാ പറഞ്ഞു കൊടുത്തത്? അതേതെങ്കിലും ഇൻഫന്റ് ജീസസ് നഴ്സറിയിൽ പോയി പഠിച്ചതാണോ? അല്ല. അതിലൊരു ചൈതന്യമുണ്ട്. ആ ചൈതന്യത്തെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ഈ ഒരു പേന, ഇതിനെ നമ്മൾ ഭസ്മമായിട്ട് പൊടിച്ചാൽ ഏറ്റവും ചെറിയ പാർട്ടിക്കിളിനെ നമ്മൾ മൈന്യൂട്ടായിട്ടിരിക്കുന്ന ആ പാർട്ടിക്കിൾ അതൊരു ആറ്റമാണ്. സബാറ്റോമിക് പാർട്ടിക്കിൾസ് എന്നോ കോർക്ക് തിയറിയോ സ്ട്രിംഗ് തിയറിയോ വാട്ട് എവർ യു ക്യാൻ കോൾ, യു മേ കോൾ ഇറ്റ്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ആറ്റത്തിൽ പോലും അതിന് എത്രയും ശ്രദ്ധിച്ചാൽ അതിലൊരു പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസും എല്ലാം ഉണ്ട്. അത് ഒന്നേൽ തടാതെ ഒരു കൃത്യമായ പന്ഥാവിലൂടെ അതിവേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് കണ്ടുപിടിച്ചിരിക്കുന്നല്ലോ. അപ്പോൾ ആരാണ് ആ നിയമം അതിൽ ഉണ്ടാക്കി വെച്ചത്? ചിന്തിക്കൂ. അതാണ് പ്രപഞ്ച രഹസ്യം, അതാണ് ബോധം, അതാണ് ഗുരുദേവൻ പറയുന്ന കരു, അതാണ് ഗുരുദേവൻ പറയുന്ന അറിവ്. അതിനെ നമ്മൾ ചിദാനന്ദമെന്നും സത്യമെന്നും, അല്ലാതെ ചിദാനന്ദ കട്ട എന്നും പറഞ്ഞ് എവിടെയെങ്കിലും ഒരു കട്ട ഇരിപ്പില്ല. അതൊരു തത്വമാണ്. അപ്പോൾ ആരാണ് ആ ഒരു ആറ്റം എടുത്താൽ, ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിളായിട്ട് അതിനെ എടുത്താൽ അതിലുമുണ്ട് ഒരു ന്യൂട്രോണും പ്രോട്ടോണും ന്യൂക്ലിയസും ഒക്കെ. ആരാണ് ഇതിന്റെ? അപ്പൊ ആരോ ഉണ്ടല്ലോ അത് ചെയ്യാൻ. ആരോ എന്നുള്ളിടത്ത് നമ്മൾ അതിനെയാണ് അസ്തിത്വം, അത് ഉണ്ട്. അതിന് നമ്മളുടെ വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഒക്കെ പറയുന്നത് എന്താണ്? യാതൊന്നാണോ, യാതൊന്ന്, ഇങ്ങനെയാണ് അതിനെ പറയുന്നത്. അല്ലാതെ ഒരു പേരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തൈത്തരീയ ഉപനിഷത്തിൽ ഇതിന്റെ ഉത്തരം പറയുന്നത് എന്താണെന്നോ? യഥോവാ ഇമാനി ഭൂതാനി ജായന്തി യേന ജാതാനി ജീവന്തി യത് പ്രയന്തി അഭിസംവിശന്തി തത് വിജിജ്ഞാസസ തത് ബ്രഹ്മേതി. ഏതിൽ നിന്നാണോ ഈ പ്രപഞ്ചം ഉണ്ടായത്, ഏതിൽ നിന്നാണോ ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്, ഇനി ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും ഇല്ലാതെയായാലും നിലനിൽക്കുന്നത് എന്തോ അതിനെ ബ്രഹ്മമെന്ന് പറയുന്നു. അതിനെ ഗുരുദേവൻ കരു എന്ന് പറയുന്നു. അതിനെ ഗുരുദേവൻ അറിവ് എന്ന് പറയുന്നു. അതിനെ ബാലകൃഷ്ണൻ നായർ സാർ ബോധം എന്ന് പറയുന്നു. ഇനി ഇത് ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ഒരു കാര്യം? നോക്കാം. ബ്രഹ്മവിദ്യാ പഞ്ചകത്തിൽ ഗുരുദേവൻ എഴുതുന്നുണ്ട് 3-ാം ശ്ലോകത്തിൽ, വ്യാപ്തം യേന ചരാചരം ഘടശരാ വാദീവ മൃൽസത്തയ യസ്യാന്ത സ്ഫുരിതം യഥാത്മകമിതം ജാതം യഥോ വർത്തതേ. യഥാത്മകമിതം ജാതം യഥോ വർത്തതേ. എന്താണ്, എവിടെ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്?
യഥോ വർത്തതേ, എവിടെയാണ് ഇതെല്ലാം നിലനിൽക്കുന്നത്? യസ്മിൻ യത് പ്രളയേ. പ്രളയേ എന്ന് പറഞ്ഞാൽ പ്രളയം വന്നിങ്ങനെ സുനാമി പോലെ വന്ന് എല്ലാം കൂടെ ഒരുമിച്ചാകുമെന്നല്ല പ്രളയം എന്ന് പറഞ്ഞാൽ. പ്രകർഷേണ ലയമാണ് പ്രളയം, അല്ലാതെ സുനാമി പോലെ എല്ലാം കൂടെ വന്ന് അടിച്ചെടുത്തോണ്ട് പോകുന്നതല്ല. അങ്ങനെ ഒരു പ്രകർഷേണ ലയം ഉണ്ടായാൽ പോലും എന്താണ്? അപി സത്ഖനമജം സർവം യത് അന്വേതി തത്. അപ്പോഴും ഇവിടെ വീണ്ടും ഘനമായി നിൽക്കുന്നത് ആ സത്യം തന്നെയായിരിക്കും. അതിലാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഗുരുദേവൻ ആത്മോപദേശ ശതകത്തിൽ 1-ാം ശ്ലോകത്തിൽ ഗുരുദേവൻ ചോദിച്ചത്, അറിവിലുമേറി അറിഞ്ഞിടുന്ന ആ സത്യത്തെ കണ്ടോന്നാണ്. അതിന്റെ ഉത്തരം 2-ാം ശ്ലോകത്തിൽ തന്നെയാണ്. ശരിക്കും ആത്മോപദേശ ശതകം പഠിച്ചിട്ടുള്ളവർക്കറിയാം, 1, 2, 3, 4 ശ്ലോകം കൊണ്ട് ആത്മോപദേശ ശതകം പറഞ്ഞു കഴിയും. കാര്യം അതിന്റെ കോറായിട്ടുള്ളതെല്ലാം അവിടെ തന്നെയാണ് പറയുന്നത്. പിന്നെ അതിന്റെ വിസ്താരമാണ്. ഗുരുദേവന്റെ ആ ചോദ്യം, അതായത് ഗുരുദേവൻ അറിഞ്ഞ കാര്യങ്ങൾ നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് പറയുകയും കൂടെയാണ്. അപ്പോൾ പറഞ്ഞത് എന്താണ്? കരണവും ഇന്ദ്രിയവും കളേബരം തൊട്ടറിയും അനേക ജഗത്തും ഓർക്കിലെല്ലാം പരവളി തന്നിലുയർന്ന ഭാനുമാൻ തൻ തിരുവുരുവാണ് തിരഞ്ഞു തീർന്നത്. കഴിഞ്ഞു. ഇനിയും ഇനിയും ഉപനിഷത്തുകൾ ഒന്നും പഠിക്കണ്ട, കഴിഞ്ഞു. വേദത്തിന്റെ സാര സർവസ്വമാണ്. വേദാന്തത്തിന്റെ സാരസംഗ്രഹമാണ് ആ 4 വരി. കരണവും ഇന്ദ്രിയവും, എന്റെ അന്ധകരണമൊക്കെ എന്താണെന്ന് നമുക്ക് വിസ്തരിക്കാൻ ഇപ്പം നേരമില്ല. അന്ധകരണവും ജ്ഞാനേന്ദ്രിയങ്ങളും എന്റെ ബാഹ്യകരണവും അതുകൊണ്ട് ഞാൻ ഈ അറിയുന്ന പ്രപഞ്ചം മുഴുവൻ തന്നെ ഞാൻ എന്തിനെയെല്ലാം അറിയുന്നത്. എന്നിട്ട് പറയുകയാണ് ഗുരുദേവൻ, എന്താ അതിൽ പറഞ്ഞത്? അനേക ജഗത്തും എന്നാണ് പറഞ്ഞത്. അനേക ജഗത്ത്. അപ്പം നമുക്കൊരു സംശയം വരില്ല, ഇതെങ്ങനെ ഒരുപാട് ജഗത്തുണ്ടോ എന്ന്. അപ്പൊ ജഗത്ത് എന്ന് പറഞ്ഞാൽ ജ ഗ ത എന്നുള്ള 3 അക്ഷരങ്ങളാണ്. ജായതേ, തിഷ്ഠതി, ഗച്ഛതി. ഉണ്ടായി, നിലനിന്ന്, ഇല്ലാതെയാവുന്നു. അപ്പോൾ ഈ പറയുന്ന ഈ തങ്കലക്ഷ്മിയാകുന്ന ഞാനൊരു ജഗത്താണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ഓരോ ജഗത്താണ്. എന്തുകൊണ്ട്? നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ജന്മമുണ്ട്, അത് ഒരു ജനനമുണ്ട്, നിലനിൽക്കുന്നു, ഇനിയൊരു മരണമുണ്ട്. അപ്പൊ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അനിത്യമാണ്. ഇതിനെയെല്ലാം നിലനിർത്തിക്കൊണ്ട് നിത്യമായ ഒരു സത്യം നിലനിൽക്കുന്നു. അതിനെയാണ് സനാതനം. അതുകൊണ്ട് നമ്മളുടെ മഹർഷീശ്വരന്മാരും ഗുരുദേവനും പറഞ്ഞു, നമ്മിലെല്ലാം ഇരിക്കുന്നത് സനാതനമായ, നമ്മളെ കൂട്ടിയിണക്കിയിരിക്കുന്നത് ഈ ഒരു സത്യമാണ്. സനാതനമായ ഈ ഒരു സത്യം പ്രപഞ്ചത്തിലുള്ള എല്ലാവരെയും കൂട്ടിയിണക്കിയിരിക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ മറ്റുള്ളവനെ അപരനെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് സനാതനധർമ്മം. അതായത് സനാതനമായിരിക്കുന്ന എല്ലാറ്റിനെയും ഈ പ്രപഞ്ചത്തിൽ നിലനിർത്തുന്ന ആ സത്യം തന്നെയാണ് ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളെയും നിലനിർത്തിയിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളെല്ലാവരും ആത്മസഹോദരങ്ങളാണ്. സഹോദരൻ എന്ന് പറഞ്ഞാൽ സഹ ഉദരർ, ഒരേ ഉദരത്തിൽ. അങ്ങനെയാണെങ്കിൽ ആത്മാവിന്റെ, ഈ പരമാത്മാവിന്റെ ഉദരത്തിൽ നിന്ന്, ഉദരം എന്നൊക്കെ പറയുന്നത് വാക്കിന്റെ പരിമിതിയാണ്, അങ്ങനെ ഒരു ഉദരമൊന്നുമില്ല. ആ പരമാത്മാവിന്റെ സന്തതികളാണ് നമ്മളെല്ലാവരും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളെല്ലാവരും അങ്ങനെയാണ് ആത്മസഹോദരങ്ങൾ എന്ന ഗുരുദേവന്റെ മനോഹരമായ വാക്ക് വന്നത്. ഗുരുദേവൻ മാത്രമാണ് മറ്റുള്ളവർ ഉപയോഗിക്കുന്നതെന്ന് അറിയില്ല. പക്ഷെ ഇത്രയും ആപ്റ്റായിട്ടുള്ള, ഇത്രയും സൂട്ടായിട്ടുള്ള, നമ്മളുടെ അന്യോന്യമുള്ള, അതായത് നമ്മൾ ഒന്നാണ് എന്ന് പറയുമ്പോൾ ഞാൻ വേറെ, ഈ ക്ലാസ്സിലിരിക്കുന്ന എല്ലാവരും വേറെ, ഞാൻ വേറെ, മൃഗം വേറെ, ഞാൻ വേറെ, പക്ഷി വേറെ, ഞാൻ വേറെ, ഉരകങ്ങൾ വേറെ, എല്ലാം വേറെ വേറെയാണ്. പക്ഷേ നമ്മളെയെല്ലാം കൂട്ടിയിണക്കിക്കൊണ്ട് ഒരു ചൈതന്യം ഇങ്ങനെ നിലനിൽക്കുന്നു. അതുകൊണ്ട് ഗുരുദേവൻ ദൈവദശകത്തിൽ പറഞ്ഞു, ദൈവമേ നീ കാത്തുകൊള്ളണം, കൈവിടാതിങ്ങി ഞങ്ങളെ. നിന്റെ കൈപിടുത്തമാണ് നമ്മളെ എല്ലാം കൂട്ടിയിണക്കിയിരിക്കുന്നത്. ആ കൈപിടുത്തമാണ് പ്രപഞ്ചത്തിന് കാരണമായിരിക്കുന്ന സത്യം. പക്ഷെ ഗുരുദേവൻ അതിനെ പറഞ്ഞത് കൈപിടുത്തം എന്നാണ്. ആ കൈവിട്ടാൽ പൊട്ടി. അതായത് എങ്ങനെയാണോ ഒരു മാലയിൽ വിവിധ തരത്തിലുള്ള മുത്തുകൾ കോർത്ത് ഒരു മാല ഉണ്ടാക്കിയിരിക്കുന്നത്, അതുപോലെ ഈ എല്ലാറ്റിനെയും നീ കൈപിടിച്ചിരിക്കുന്നു. പക്ഷെ കൈ കാണുന്നില്ല. കാര്യം ഒരു മാലയിലെ ചരട് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നില്ലല്ലോ. മാലയിലെ കല്ലുകളല്ലേ, മുത്തുകളല്ലേ കാണുന്നത്. ഇപ്പം അതുകൊണ്ടാണ് അത്
ഭഗവത്ഗീതയിൽ പറയും, മയി പ്രോതമിതം സർവം സൂത്രേ മണിഗണായുവ എന്ന് പറയും. സൂത്രേ മണിഗണായുവ, അതിനെയാണ് ഗുരുദേവൻ ഇവിടെ കൈപിടുത്തം എന്ന് പറയുന്നത്. അതായത് എങ്ങനെയാണോ പ്രപഞ്ചത്തിലെ എല്ലാറ്റിനെയും, അല്ലയോ അർജുന, ഞാനൊരു ചരട് പോലെ ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളെയും കോർത്തിരിക്കുന്നത് പോലെ ആ ഒരു നൂലാണ് ഞാൻ, ഈ നൂല് പൊട്ടിയാൽ കഴിഞ്ഞു. ഇല്ലേ? നമുക്കറിയാം ഈ ഗാലക്സി, എത്രയോ ഗാലക്സികൾ, അതുപോലെ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായി വന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാനാകുന്ന ഈ നൂലിന്റെ ബലത്തിലാണ്. ഞാനൊരു മനുഷ്യനാണെന്നല്ല, ഞാനാകുന്ന അത് തന്നെ ഗുരുദേവൻ പറയുന്നു, കൈവിടാതിങ്ങി ഞങ്ങളെ. ആ കൈപിടുത്തമാണ് ഞാൻ, ആ കൈയാണ്. ആ ഒരു കൈപിടുത്തം നമ്മളെ എല്ലാവരും ഗുരുദേവൻ പിടിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മളെല്ലാവരും അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മളുടെ ധർമ്മം ചെയ്യുമ്പോൾ സനാതനമായിരിക്കുന്ന ഈ സത്യത്തെ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. കാരണം എൻ്റെ മുമ്പിൽ നിൽക്കുന്നയാളും അവൻ ഇവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായ ഒരാത്മരൂപം, പിന്നെയാണ് അടുത്ത 2 വരി വരുന്നത്, അവനവൻ ആത്മസുഖത്തിൽ. ശരിക്കും ആദ്യത്തെ 2 വരികൾക്കാണ് പ്രാധാന്യം. കാര്യം നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ കർമ്മങ്ങൾ, എൻ്റെ വാക്ക്, എൻ്റെ നോക്ക്, എൻ്റെ പ്രവൃത്തി, എൻ്റെ ചിന്ത ഒന്നും മറ്റുള്ളവനെ ശല്യപ്പെടുത്താതിരിക്കട്ടെ. ആ ഒരു ചിന്ത, സനാതനമായിരിക്കുന്ന ചിന്ത, അത് പണ്ടും ഇന്നും നാളെയും വേണ്ടേ? അതോ ഇന്ന് ഞാൻ ചെയ്തു ചതയത്തിൻ്റെ അന്ന് മാത്രം ഞാൻ ചെയ്യും, ബാക്കി എല്ലാ ദിവസവും ചെയ്യത്തില്ല, അങ്ങനെയാണോ? അപ്പൊ ഈ ചിന്ത നമ്മളിൽ എന്നും ഉണ്ടായിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അത് ധർമാനുസൃതമായിരിക്കും. അതിനെയാണ് സനാതന ധർമ്മം. സനാതനമായിരിക്കുന്ന എന്നും നിലനിൽക്കുന്ന ഒരു ധർമ്മത്തെ അവരൻ ഇവിടെ ഉണ്ട്, ഞാൻ അവരുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്, ആ ബന്ധം ഇതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്താണ്, ഈ പ്രപഞ്ചത്തെ കുറച്ചുകൂടെ ഹൃദയത്തോട് അടുപ്പിക്കാൻ കഴിയും. അതുപോലെ നമ്മൾക്ക് ചൊല്ലാൻ കഴിയും. എന്ത് ചൊല്ലാൻ കഴിയും? യാതൊന്ന് കാൺമതതു നാരായണ പ്രതിമ, യാതൊന്ന് കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്ന് കേൾപ്പതതു നാരായണാർച്ചരകൾ എന്നുള്ള ചിന്തയോടുകൂടി നമുക്ക് നമ്മളുടെ കർമ്മങ്ങൾ ചെയ്യാൻ കഴിയും. ഇതാണ് സനാതന ധർമ്മം. അത് പറഞ്ഞുകൊണ്ട് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എത്രമാത്രം നിങ്ങളുടെ ഉള്ളിലെത്തി എന്നെനിക്കറിയില്ല. എങ്കിലും ഇത്രയും സമയം തന്നതിന് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. നന്ദി ടീച്ചറെ.